ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതിൽ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതാണ് സോഫ്റ്റ് ബീഫ് ചില്ലി. വളരെ സിമ്പിളാണ് കേട്ടോ. പേര് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആണെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാലോ. ഞാനിത് ചെയ്യാനായിട്ട് 2 വലിയ സവോളയാണ്, അത് ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കുടം വെളുത്തുള്ളിയും അതിനനുസരിച്ച് തന്നെ അളവിൽ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ഉപയോഗിക്കാം. അതുപോലെ ഈ ഒരു റെസിപ്പിയിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് പച്ചമുളക്. അതൊരു 12 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. എരിവ് കൊടുക്കുന്നത് ഈ ഒരു പച്ചമുളകാണ് കേട്ടോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് വേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി എരിവില്ല, കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ച കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി അല്ല ഇത്. ഇനി ഞാൻ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. ലൈറ്റ് സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഞാൻ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. ഈ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ തക്കാളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് എപ്പോഴും ടൊമാറ്റോ സോസാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചില്ലി സോസ് എടുക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്കിതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സോസിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്, ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ മസാല ഒക്കെ നന്നായിട്ട്, ആ ഒരു സോസിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ആ ഇറച്ചിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചി നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നീളത്തിനാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അത് വേവുമ്പോഴാണ് അത് കാണാൻ പറ്റുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റുവാണ്. നമുക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്, കാരണം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ കുക്കറിൻ്റെ വിസിലിട്ട് ഒരു 45 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ബീഫ് ചെറിയ പീസായിട്ട് നുറുക്കിയ കാരണം ഒരുപാട് സമയം വേവണ്ട, ഓവർ കുക്കായി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 45 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കാണാൻ പറ്റും ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ നീളത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കാണാൻ ഭംഗി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. കറി കട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഇത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകിൽ നിന്ന് പകുതിയോളം പച്ചമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു കാണാൻ കുറച്ച് ഭംഗിക്കും ഫ്ലേവറിനും വേണ്ടി അവസാനം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പകുതി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. കളറ് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും അതുപോലെ തന്നെ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതാണ് ഈ ഒരു റെസിപ്പിയുടെ ഒരു പരുവം. ഒരുപാട് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല ചെയ്തു വരുമ്പോൾ. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. സവോളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എക്സ്ട്രാ സോസുകളോ ഉപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ചേർത്തിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വേവിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ ബീഫ് നന്നായിട്ട് പൊടിഞ്ഞു പോവും. അതുപോലെ ശരിക്കും കുക്കായി വന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടില്ല.
അപ്പോൾ കുക്കിംഗ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബീഫ് കുക്ക് ചെയ്യുന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ഒന്ന് കഴിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതിലെ സ്റ്റോക്കെല്ലാം വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. 1/4 ടീസ്പൂൺ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ബീഫിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്താണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ബീഫിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ അവസാനം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് മാറ്റി വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് നേരം വെക്കണ്ട. കാരണം പച്ചമുളകിൻ്റെ അതങ്ങ് വാടിപ്പോവും. അപ്പോൾ ശരിക്കും അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫ്ലേവറും അങ്ങ് പോയിപ്പോവും. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചൂട് കയറുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആദ്യം ബീഫ് വേവിക്കാൻ നേരത്ത് ഇട്ടിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി വേണ്ടവർക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.